പ്രിയപ്പെട്ട കുട്ടികളെ, ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ 5-ാം തീയതി ടീച്ചർ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. കാണുക മാത്രമല്ല, ആ പാഠഭാഗം നല്ലവണ്ണം കണ്ട് മനസ്സിലാക്കണം, പഠിക്കണം. ടീച്ചർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. അത് നന്നായി തന്നെ പഠിക്കണം. നിങ്ങൾക്ക് വേണ്ടി ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ് ഒക്കെ ഇടുന്നത് നിങ്ങൾക്കത് നല്ലോണം മനസ്സിലാവണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. വിക്ടേഴ്സ് ചാനലിൽ വന്നതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നും ഇടുന്നത്. നിങ്ങൾ നല്ലോണം കണ്ട് കൂടുതൽ മനസ്സിലാക്കാനായിട്ട്, കൂടുതൽ ആ പാഠഭാഗവുമായിട്ടൊരു ബന്ധമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ടീച്ചർ അന്ന് പറഞ്ഞിരുന്നു, നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ നോട്ട്സ് കൃത്യമായിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു. ക്ലാസ് കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ തരാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു ക്ലാസ്സിലൂടെ ടീച്ചർ അത് നൽകാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിൽ ടീച്ചർ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒപ്പം തന്നെ അതിൻ്റെ ആൻസറുകളും എല്ലാം എഴുതുക. ഈ ഒരു ക്ലാസ് അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷ്യസുരക്ഷ എന്നാൽ എന്ത്? ഭക്ഷ്യസുരക്ഷ എന്നാൽ എന്ത്? ഇംഗ്ലീഷ് മീഡിയത്തിൽ പറയുകയാണെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി. വാട്ട് യു മെൻ ബൈ ഫുഡ് സെക്യൂരിറ്റി? വാട്ട് യു മെൻ ബൈ ഫുഡ് സെക്യൂരിറ്റി? ഞാനതിൻ്റെ ഉത്തരം പറയുകയാണ്. ഫുഡ് സെക്യൂരിറ്റി ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് എൻഷുവേഴ്സ് സഫിഷ്യൻറ്റ് ഫുഡ് ഫോർ everyone to lead a healthy life. ഒന്നുകൂടി പറയുന്നു. ഫുഡ് സെക്യൂരിറ്റി ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് എൻഷുവേഴ്സ് സഫിഷ്യൻറ്റ് ഫുഡ് ഫോർ everyone to lead a healthy life. അതായത് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനെയാണ് ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത്. അതായത് ആരോഗ്യകരമായ ഒരു ജീവിതം എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനെയാണ് നമ്മൾ ഭക്ഷ്യസുരക്ഷ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ക്രൈസിസ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ. ക്വസ്റ്റ്യൻ ആയിട്ട് ടീച്ചർ പറയുന്നത് ഇതാണ്. വാട്ട് ആർ ദ ക്രൈസിസ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ? മലയാളത്തിൽ പറഞ്ഞാൽ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാം? കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ. 1 by 1 ആയി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നെ ഉണ്ട്. ഫസ്റ്റ് വൺ, climate change, lack of space, exploitation by middlemen, cost of production, environmental destruction and health issues, crop loss, fall in price. ടീച്ചർ ഇത് മലയാളത്തിൽ പറയുകയാണ്. കാലാവസ്ഥാ മാറ്റം, സ്ഥലപരിമിതി, ഇടനിലക്കാരിൽ നിന്നുള്ള ചൂഷണം, അതായത് ഇടനിലക്കാരുടെ ചൂഷണം, ഉൽപാദന ചിലവ്, ആരോഗ്യ പ്രശ്നങ്ങളും ഒപ്പം തന്നെ പരിസ്ഥിതിപരമായ പ്രശ്നങ്ങളും, വിളനഷ്ടം, വിലനഷ്ടം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത്. നമ്മൾ അന്ന് ക്ലാസ് എടുത്തപ്പോൾ, അതായത് 5-ാം തീയതി ടീച്ചർ പോസ്റ്റ് ചെയ്ത ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിരുന്നു, ഇത്രയും പ്രശ്നങ്ങൾ മാത്രമല്ല നമുക്ക് ഉള്ളത്, ഇത് കൂടാതെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ക്രൈസിസ് ഈ അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഉണ്ടല്ലോ എന്നുള്ളത്. അത് ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെന്റ് വർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിന് സഹായകമായ രീതിയിൽ ഞാനൊരു വീഡിയോ ഇവിടെ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോ കാണാം. പ്രിയ കുട്ടികളെ, കാർഷിക മേഖല നേരിടുന്ന പ്രധാന പ്രതിസന്ധികളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്.
കൃഷി ഉപജീവന മാർഗമാക്കിയവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ എന്തെല്ലാമാണ്? അതായത് കൃഷിയെ മാത്രം ആശ്രയിച്ച്, കൃഷിയിൽ നിന്നുള്ള വരുമാനം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കൃഷി ഉപജീവന മാർഗമാക്കിയവർ. What are the crises in the agricultural sector? Otherwise, what are the obstacles faced by farmers today? The farmers who are depending only on agriculture for their livelihood, they are facing so many issues. Which are they? We are discussing today about this. കാർഷിക മേഖലയിലെ പ്രധാന പ്രതിസന്ധികളാണ് കാലാവസ്ഥാ മാറ്റം, വിലനഷ്ടം, വിളനഷ്ടം, ഉൽപാദന ചെലവ് കൂടുതൽ, സ്ഥലപരിമിതി, കീടങ്ങളുടെ ആക്രമണം, കൃഷിസ്ഥലങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, കൃഷിയോടുള്ള താല്പര്യക്കുറവ്, ഫലപുഷ്ടിയില്ലാത്ത മണ്ണ്, ഗുണനിലവാരമില്ലാത്ത വിത്ത്, ശാസ്ത്രീയമായ കൃഷിരീതികളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, പരിസ്ഥിതി നാശം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, വന്യജീവികളുടെ ആക്രമണം എന്നിവ. Obstacles faced by farmers today are climate change, fall in price, crop loss, high cost of production, lack of space, pest infestation, cultivable land is utilized for other purposes, no interest in farming, decline in the fertility of soil, bad quality seeds, unaware of the scientific method of cultivation, environmental destruction, health issues, and destruction by the wild animals are some of them. കേരളത്തിലെ കാലാവസ്ഥ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി ക്രമം തെറ്റിയ രീതിയിലാണ് വരുന്നത്. കേരളത്തിലെ ചൂട് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മഴ തുടക്കത്തിൽ അധികം പെയ്യാതെ ഒരുമിച്ച് പെയ്യുന്ന ഒരു പ്രതിഭാസം, അതായത് അതിതീവ്ര മഴയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി കൃഷി ഒരു സമയത്ത് ഉണങ്ങി വരളുന്നു എന്നുണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് വെള്ളം കയറി നശിക്കുകയാണ് ചെയ്യുന്നത്. The temperature is rising high in Kerala. One side, drought is destroying our agriculture. On the other side, flood is destroying our cultivable lands. അതിതീവ്ര മഴയുടെ ഫലമായി മണ്ണൊലിപ്പ്, അതായത് സോയിൽ ഇറോഷൻ, ഉരുൾപൊട്ടൽ, ലാൻഡ് സ്ലൈഡിംഗ് എന്നിവ നമ്മുടെ കേരളത്തിൽ പതിവായി മാറിയിരിക്കുന്നു. ഇത് നമ്മുടെ കൃഷിഭൂമിയെ നശിപ്പിക്കുന്നു. മണ്ണ് ഒലിച്ചു പോകുന്നതിനാൽ ഫലപുഷ്ടിയുള്ള മണ്ണ് നമുക്ക് നഷ്ടപ്പെടുന്നു. ആ ഭൂമി കൃഷിയോഗ്യമല്ലാതായി തീരുന്നു. In soil erosion, the fertile soil is removed or it is washed away. Then it is not suitable for cultivation. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃഷിക്കാരൻ്റെ വിളവ് നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. അവൻ്റെ എല്ലാ പരിശ്രമങ്ങളും വെറുതെയാകുന്നു. Crop loss is another important problem faced by the farmers. As we mentioned earlier, the climate change and other such situations make all the efforts of the farmers in vain. കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് അവരുടെ വിളകൾക്ക് അർഹമായ വില ലഭിക്കുന്നില്ല എന്നത്. The farmers do not get satisfied price for their products. Fall in price is another problem faced by the farmers.
ഇത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പാടുകൾ കഴിച്ച് അവർ ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിച്ചിട്ടും അവർക്ക് ലഭിക്കേണ്ടതായ വില അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കാത്തത് ഈ മേഖല നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ്. വിലയിലുള്ള ചാഞ്ചാട്ടം വിപണിയിൽ ഉണ്ടാകുന്നത് കർഷകരെ വലയ്ക്കുന്നു. Fluctuation in the price of the products produced by the farmers is another problem faced by farmers. ഇടനിലക്കാരുടെ ചൂഷണമാണ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവർക്ക് ഇടനിലക്കാരുടെ സേവനം ആവശ്യമായി വരുന്നതുകൊണ്ട് അവർ ചൂഷണം ചെയ്യപ്പെടുന്നു. Exploitation by the middlemen is another issue faced by farmers. To sell their products in markets, they have to depend on the middlemen. Middlemen exploits them. ഉൽപാദന ചെലവിലുള്ള വർധനവാണ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രശ്നം. കൂലി കൊടുക്കാനായാലും വിത്തിനങ്ങൾക്കും വളങ്ങൾക്കുമായാലും മറ്റ് കാർഷിക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായാലും ഇന്ന് ചിലവ് ഏറെയാണ്. ചിലവ് കൂടുതലും ഉൽപ്പന്നങ്ങൾക്കുള്ള വിലയിടിവും കർഷകർ നേരിടുന്ന പ്രശ്നമായി നിലനിൽക്കുന്നു. The production cost is high nowadays than before. The high investment required for agriculture makes it uneconomic. The high cost of pesticides and other materials needed for farming, fertilizers, seeds, other agricultural equipments makes the farmer a debtor. കൃഷി ആദായകരമല്ലാതാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കൃഷിക്ക് വേണ്ടിവരുന്ന കൂടിയ മുതൽ മുടക്കാണ്. വിത്തിനും വളത്തിനും കീടനാശിനിക്കും വേണ്ടി വൻ തുക മുടക്കേണ്ടി വരുന്നത് കർഷകന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് കൃഷി ചെയ്യാനുള്ള സ്ഥലം ലഭ്യമല്ലാത്തത്. സ്ഥലം ധാരാളമായിട്ട് ഉള്ളവർ കൃഷി ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുവേണ്ട സ്ഥലമോ സാഹചര്യമോ ഇല്ല. Lack of space for cultivation is another important issue faced by the farmers. Those who are interested in farming have no sufficient land. Those who have space, they are not interested in farming. കൃഷിസ്ഥലങ്ങൾ വീട് പണിയുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നത് കൃഷിസ്ഥലത്തിൻ്റെ വിസ്തൃതി കുറയ്ക്കുന്നു. The use of agricultural fields and lands for other purposes is another issue faced by the farmers. കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് കീടങ്ങളുടെ ആക്രമണം. ഇതു മറികടക്കാനായി ഉപയോഗിക്കുന്ന കീടനാശിനികൾ ഒട്ടനവധി പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. കേരളത്തിൽ രാസകീടനാശിനികളുടെ അമിതമായ ഉപയോഗം ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിൽ വർധനവിന് കാരണമായെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഭൂഗർഭജലത്തിൽ വരെ കൂടിയ അളവിൽ കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തിയത് കാർഷിക രംഗത്ത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. Pest infestation is another important problem faced by our farmers.
Farmers generally apply chemical pesticides to overcome this. The wide use of chemical pesticides is suspected to be an important reason for the increase in the number of cancer-affected persons in Kerala. The presence of pesticides identified in even groundwater has become a matter of great concern. അശാസ്ത്രീയമായതും അമിതമായതുമായ രാസവള പ്രയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ ദോഷകരമായി ബാധിച്ചതുമൂലം മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടു. മണ്ണിൻ്റെ ഫലപുഷ്ടി കുറഞ്ഞു വരികയും അതിജീവന ശേഷിയുള്ള കീടങ്ങൾ പെരുകുകയും ചെയ്യുമ്പോൾ കൂടുതൽ വളവും കീടനാശിനികളും കർഷകർക്ക് ഉപയോഗിക്കേണ്ടതായി വരുന്നു. രാസകീടനാശിനികൾ അമിതമായി ഉപയോഗിച്ചതിൻ്റെ ഫലമായി കൃഷിയിടങ്ങൾ മൃതഭൂമിയായി മാറി. Due to the unscientific application of chemical fertilizers and also the overuse of chemical pesticides changed the natural composition of the soil. Through the excessive use of fertilizers and chemical pesticides, gradually the land became barren. The microorganisms which helps to increase the soil fertility are destroyed by the overuse of chemical pesticides and fertilizers. അമിതമായ രാസവള പ്രയോഗം വഴിയും അമിതമായ കീടനാശിനി പ്രയോഗം വഴിയും ഉപകാരികളായ പല സൂക്ഷ്മജീവികളും നശിച്ചുപോയി. ഗുണനിലവാരമില്ലാത്ത വിത്തും ആധുനിക കൃഷിരീതികളെക്കുറിച്ചുള്ള പരിചയക്കുറവും കർഷകർ നേരിടുന്ന പ്രശ്നമാണ്. ഗുണമേന്മയുള്ള വിത്തുകളുടെ ലഭ്യത കുറവും ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വിവിധ കൃഷി മേഖലകളെക്കുറിച്ചുള്ള പരിചയക്കുറവും കർഷകർ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ്. The unawareness of modern agricultural practices and bad quality seeds are the other issues faced by the farmers. The unavailability of good hybrid seeds and the unawareness of different agricultural sectors which helps to earn better income through a scientific approach is another crisis faced by the farmers. കീടങ്ങളുടെ ആക്രമണം കൂടാതെ കൃഷിയെ ആക്രമിക്കുന്ന ധാരാളം മറ്റ് ജീവികളുണ്ട്. ചിലയിടങ്ങളിൽ വന്യജീവികളുടെ ആക്രമണവും കൃഷിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. Agriculture is also destroyed by many other animals. And in some places, the farmers have to face the attack of wild animals. ഇവയാണ് കാർഷിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രതിസന്ധികൾ. These are the major issues faced by the farmers in the agricultural field.